I'm very happy to be here on the occasions of the great Silver Hills Trophy Basketball Championship opening ceremony. I'm in a little bit of doubt whether I am standing, whether I am attending Asian Games opening ceremony or in inter-school basketball tournament. Such a wonderful event, wonderful opening ceremony. Really, it's a great. I congratulate on behalf of the Kerala Basketball Association. I extend my sincere thanks to Silver Hills school management, also teachers, those who behind of this is such a wonderful the mega event. Let me start with this a little bit of Malayalam because Chavara Elias Kuryakos Achan ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരേ പള്ളികളുടെയും അടുത്ത് ഒരു പള്ളിക്കൂടം വേണം. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞ് ഈ ധർമ്മരാം കോളേജിൽ നിന്നും പഠിച്ച് ഇറങ്ങി അവിടെ നിന്ന് വരുന്ന അച്ഛന്മാരൊക്കെ അവിടെ ഒരു 20 ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്. അത് ഐ തിങ്ക് ദാറ്റ് ഇസ് മാൻഡേറ്ററി. ദ ബാസ്കറ്റ്ബോൾ ഇസ് മാൻഡേറ്ററി ഇൻ ധർമ്മരാം കോളേജ്. ദേ കെയിംസ് ടു ദിസ് കേരള ആൻഡ് ദേ പോസസ് ടു ഡിഫറെൻറ്റ് സ്കൂൾ. So they constructed a basketball court, 2 basketball court all over. You can see under CMI competition there is more than 150 basketball court. Generation change. അതിനുശേഷം ഈ അച്ഛന്മാർ വന്ന് രണ്ട് ബാസ്കറ്റ്ബോൾ കോർട്ട് എല്ലാ സ്കൂളിലും തുടങ്ങി. പള്ളിക്കൂടത്തിൻ്റെ കൂടെ ബാസ്കറ്റ്ബോൾ കോർട്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അച്ഛന്മാർ അവിടെ നിന്ന് പാസ് ഔട്ട് ആയപ്പോൾ അവർ മെയിൻറ്റെയിൻ ദി ടീംസ്. എല്ലാ സ്കൂളിലും ബാസ്കറ്റ്ബോൾ ടീം. സോ ഐ തിങ്ക് വി ഹാവ് മോർ ദാൻ 35 or 40 ടീംസ് കംസ് അണ്ടർ CMI കോമ്പറ്റീഷൻ. ഓക്കെ, ദെൻ പിന്നെ അച്ഛന്മാർ വന്ന് അവർ സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് അനദർ റെവല്യൂഷൻ. ദേ സ്റ്റാർട്ടഡ് സച്ച് എ വണ്ടർഫുൾ ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് ലൈക്ക് ഇത് ഈ സിൽവർ ഹിൽസ് ടൂർണമെൻറ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൂർണമെൻറ്റിൻ്റെ ആ ഗ്രൂപ്പിലെ ബെസ്റ്റ് ടൂർണമെൻ്റ് ആയിരിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ബാസ്കറ്റ്ബോൾ the contribution of CMI competition, especially like this മലബാർ സൈഡിലാണ് കുറച്ച്, ആ സൈഡിൽ സെൻറ്റ് എഫ്രൈം പുളിങ്കുന്ന് അങ്ങനെ വളരെ ഈ പള്ളിക്കൂടങ്ങളുടെ അടുത്ത് തന്നെ മാന്നാനത്തിൻ്റെ അടുത്ത് തന്നെ ബാസ്കറ്റ്ബോളിൻ്റെ സ്റ്റാർട്ടഡ്. സച്ച് എ വണ്ടർഫുൾ ടീംസ് ദേ ആർ മെയിൻറ്റെയിനിങ് പുളിങ്കുന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൊസൂർ അവിടെ ഒരു കോർട്ട് കൺസ്ട്രക്ട്, അവിടെ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട്. ബട്ട് ദ contribution of the CMI fathers to the basketball so very high. Even this Silver Hills each state team, whether it is a sub junior or a junior, you can see 2 or 3% definitely belongs to that CMI contribution. Even that Silver Hills 2-3 പേരുണ്ടായിട്ടുണ്ട്. അപ്പോൾ so what a thrilling activities they are maintaining. I am on behalf of basketball again I am extend my sincere thanks. And regarding this sports, what is the sports, I don't want to say that more weights, but എൻ്റെ അഭിപ്രായത്തിൽ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഓൺലി വൺ തിങ്. നിങ്ങൾ തോൽക്കുവാനായിട്ട് പഠിക്കും. ദറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. നിങ്ങൾ തോൽക്കാനായിട്ട് പഠിക്കും. അലോങ് വിത്ത് ദിറ്റ് ഈസ് ഫാദർ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ ടീം ഗെയിം. So you are learning that give and take procedure, that even you can see in your life also. And you are improving your personality along with your that resistance power. അതിനോടുകൂടി നിങ്ങൾ എപ്പോഴും നോക്കിയാൽ കാണും ഒരു സ്പോർട്സ്മാനും സാധാരണ സ്പോർട്സ് ആക്ടിവിറ്റീസിലും പങ്കെടുക്കാതെ കണ്ടിട്ട് പോകുന്ന ആളുകളെ നോക്കി കഴിഞ്ഞാൽ ദർ ആർ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഇപ്പോൾ സ്പോർട്സിൽ പങ്കെടുക്കുന്നവരെപ്പോഴും ഒരു ടെററായിരിക്കും. They can manage that means crisis management. What is nowadays it is very important when you migrate to that foreign countries, they don't want to hear the mark. Then avaru chodikkunnathu what is the practical sense, how you can solve this the crisis. That is the main important. This through sports only you can learn that crisis management. So there is 2 sense. One is the practical sense, another one is theoretical sense. So nowadays the practical sense more important than this theoretical sense വേണ്ടെന്നല്ല പറയണേ. ബട്ട് ഒരു തോർത്ത് കഴിഞ്ഞിട്ട് അതെങ്ങനെ അതിലത്തെ വെള്ളം കളയാമെന്ന് യു മസ്റ്റ് നോ. ദാറ്റ് ഹൗ യു ഫോൾഡ് ദിസ് ബെഡ്ഷീറ്റ് വെൻ യു അവേക്കൻ ദ ബെഡ്ഷീറ്റ് ദാറ്റ് യു ഹാവ് ടു ഫോൾഡ് ഇൻ എ പ്രോപ്പർ വേ. ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ എനിക്ക് അടുത്ത് പറയാൻ ഡ്രഗ്സ് ഒരു വടി കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. സോ ഡ്രഗ്സ്, സോ ലഹരി. വാട്ട് ഈസ് ലഹരി? ലഹരി മീൻസ് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി.
ഇപ്പോൾ ഞാൻ അജ്മൽ എന്നോട് പറയായിരുന്നു, ഒരു റിച്ചാർഡ്സ് എന്ന് പറഞ്ഞ 100 മീറ്റർ ഓടി ഒരു US ലേഡി ഉണ്ട്. അവർ ഓടിയിട്ട് അവരുടെ സ്റ്റൈല്, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അടിക്കുന്ന ഗോളിൻ്റെ ലഹരി, അതല്ലെങ്കിൽ മെസ്സി അടിക്കുന്ന ഒരു ഗോളിൻ്റെ ലഹരി, അതല്ലെങ്കിൽ എന്തെന്നാ പറയുക മൈക്കിൾ ജോർഡൻ എറിയുന്ന ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ ലഹരിയാണോ നല്ലത്? 2 ഗ്രാം MDMA സംതിങ് ലൈറ്റ് അത് ഇടുന്നതാണോ നല്ല ലഹരി? അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏതാണ് ലഹരി നല്ലത്. ഇതിനപ്പുറം എനിക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ ബാസ്ക്കറ്റ് ബോളിൽ കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ഒരു സ്കൂളാണ് സിൽവർ ഹിൽസ്, ലൈക്ക് അവർ സിൽവർ ഹിൽസിൻ്റെ ജോസ്, സോ ഗ്രേറ്റ് ഓർഗനൈസർ, ആൻഡ് ശ്രീജിത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു കോച്ചിനും കൂടിയിട്ടുണ്ട്, മിസ്റ്റർ അക്ഷിത്, വൺ ഓഫ് ദി ഗ്രേറ്റ് കോച്ച് ബിലോങ്സ് ടു ദറ്റ് സിൽവർ ഹിൽസ് സ്കൂൾസ്. He has done a lot for that our Kerala girls team, but unfortunately അവർക്കൊക്കെ അസുഖം വന്ന കാരണം they can't perform, but still we improved our place from that 10th to 4th. I congratulate Mr. Akshit also, and even the father who deputed Mr. Akshit to the Kerala Basketball Association. Again, I don't want to take the most time. On behalf of Kerala Basketball Association, I extend my sincere thanks to all teachers, those who behind of this all dance and everything, and for this such a wonderful tournament. Thanks once more time. Thank you very much. Have a nice day.